അപ്പോൾ ഇന്ന് നമ്മളെ സൈറ്റിലേ ചെറിയൊരു കോൺക്രീറ്റ് ഉണ്ടോ, ഒരു കിച്ചണാണ്. കിച്ചണിൻ്റെ ഏരിയ മാത്രം കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ, അത് സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 22 ചാക്ക് സിമെൻറ്റിൻ്റെ ഒരു കോൺക്രീറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ തോണിയിലാണ് മിക്സ് ചെയ്യുന്നുണ്ട്, മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അതിനുള്ളൊരു കോൺക്രീറ്റേ ഉള്ളൂ. ഒരു 10 മണിയാകുമ്പോഴത്തേന് തീരുന്ന അവർ പറഞ്ഞിട്ടുള്ളത്. കോണി നോക്കി, സാധാ ഇരുമ്പിൻ്റെ കോണിയും കൂടെ ഓരോരുത്തർ ഇങ്ങനെ കയറി ഇങ്ങനെ വരിക. അവിടുന്ന് മുകളിൽ നിന്ന് ഒരാൾ വാങ്ങി കൊണ്ടുപോയിക്കാണ്ട് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ചാമ്പുക, അതന്നെ പണി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്താ പറയുക, ഈ തട്ടടിച്ചതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മൊത്തം വിരിച്ചതിന് ശേഷമാണ് കമ്പി കെട്ടി സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ പല അഭിപ്രായമാണ് പറയല്. ഇത് വിരിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ കോൺക്രീറ്റ് നല്ല സ്ട്രോങ് ആയി നിൽക്കും, ഗ്രേവി ഒന്നും താഴേക്ക് ഒലിച്ച് പോകില്ല എന്നുള്ള ലെവലിലൊക്കെ ചില ആളുകൾ പറയും. ചില ആളുകൾക്ക് ഇതിൻ്റെ ഈ ചുളിവുണ്ടല്ലോ, ഈ ചുളിവായി നിൽക്കുന്ന ഭാഗങ്ങൾ കോൺക്രീറ്റിൻ്റെ അകത്ത് കയറിയിട്ട് അത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് പ്ലാസ്റ്റിക് അടർന്ന് ചാടാൻ ചാൻസ് വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വിരിക്കണോ വേണ്ടേ, അതാണ് നമുക്കറിയേണ്ടത്.